മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ ഭാഗത്തുനിന്നുണ്ടായില്ല. അർജുനനെ കാണാതായിട്ട് ഇന്ന് 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. എവിടെയാണ് അർജുൻ ഉള്ളത്? കാണാമറിയത്ത് ജീവനോട് കൂടി ഉണ്ടാകുമോ? പ്രതീക്ഷകളോടെ ഉറ്റവരുടെയും ഉടയവരുടെയും പ്രാർത്ഥന. എന്താണ് അർജുനന് സംഭവിച്ചിരിക്കുക? അദ്ദേഹം പുഴയിലേക്ക് മറിഞ്ഞു പോയോ? ചെളിക്കുള്ളിൽ പൂണ്ടുപോയോ? എല്ലാത്തിനും ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ തിരച്ചിൽ നടക്കുന്നുണ്ടോ? എല്ലാം ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുന്നു. അർജുൻ്റെ അമ്മയുടെ വാക്കുകളിലേക്ക്. മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും പോലെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാര്യമായിട്ട് സംഭവിച്ചത് ഇവിടുന്ന് രഞ്ജിത്ത് സാറ് പോയത് മാത്രമാണ്. ആ സാറ് പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിൻ്റെതായിട്ടുള്ളൊരു ഭാഗം നടക്കുന്നത്. ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓലെ ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങളില്ലാത്തത് തന്നെ സംശയമുണ്ട്. ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെയോ ഒരു പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുക. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല. ഇങ്ങനെയൊരു അവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ്. അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാനായിട്ട് ഇമ്പളെ കലക്ടർ ബന്ധപ്പെടുത്തിയും കൊണ്ട് എൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നേരം എനിക്ക് ചെയ്തു തരുമെന്ന് അവർ പറഞ്ഞ് ഒരു മെനിയാന്ന് വൈകുന്നേരം ഇമ്പളെ MP സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ഇങ്ങനെ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ച് വരിച്ചത്. ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെല്ലാ സംശയങ്ങളും ചോദിക്കുക, നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്നും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല. അന്ന് രാത്രി വൈകുന്നേരം വരെ ഇത് മണ്ണെടുക്കൽ തുടരുമെന്ന് പറഞ്ഞ് അത് അന്ന് പതിവിൽ നേരത്തെ നിർത്തി. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടുന്ന് 3 ആൾ പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടുമ്പം പോലീസിൻ്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാലോ. ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേൻ്റെ സൈഡിൽ. ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കുഴീൻ്റെ മേതേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. പിന്നെ ഇനിയിപ്പം നേവീൻ്റെ ആൾക്കാർ വന്ന് വീണ്ടും തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തു? ഒരു നേവലിനി അല്ലേനോ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പോൾ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തിരഞ്ഞിട്ട് അവിടുന്ന് കുറേ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? ഇത് ഇവിടെ മലയാളത്തിൽ മാത്രം പോരാ, ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ആളുകൾ മിസ്സിങ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്നതൊക്കെ എത്രയോ ആളുകളുണ്ടാവും. അവിടെ എൻ്റെ ചെറിയ മോൻ പറയാണ്, അമ്മേ ഇവള് മലയാളികളായതുകൊണ്ട് ഇവർക്ക് എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി. ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു 3 പാവം സ്ത്രീകൾ വേറെ 2 തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മേ ചെയ്യുന്നത്. പിന്നെ പുഴേൻ്റെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതും ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല. ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട്. ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്, പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ ആ ഹോട്ടൽ എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഇവർ ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരിയിടുക ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോൾ എന്താ പറയുക, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക.